നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന വിഷയം മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ നാരായണീയത്തിലെ കപിലാവതാരം എന്ന 14-ാമത്തെ സർഗത്തിലെ 7-ാമത്തെ ശ്ലോകമാകുന്നു. സ പുനഃസ്ത്വദുപാസന പ്രഭാവാത് ദൈതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യഹരദ്ദേവപഥേഷു ദേവഹൂത്യാ. അടുത്തായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. സഹ പുനഃ ത്വദുപാസന പ്രഭാവാത് ദൈതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലഃ നവാത്മാ വ്യഹരൻ ദേവപഥേഷു ദേവഹൂത്യ. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. സഹ പുനഃ ത്വദുപാസന പ്രഭാവാത് ദൈതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലഃ നവാത്മാ ദേവപഥേഷു ദേവഹൂത്യ വ്യഹരത്. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. അങ്ങയെ ഉപാസിക്കയാൽ ലഭിച്ച പ്രഭാവം മൂലം ആ കർദമൻ തൻ്റെ പത്നിയുടെ ആഗ്രഹമനുസരിച്ച് നിർമ്മിക്കപ്പെട്ടതും മനോഹരികളായ പരിചാരികമാരാൽ നിറയപ്പെട്ടതുമായ ആ ദിവ്യ വിമാനത്തിലേറി പുതിയ ശരീരത്തോടുകൂടി ദേവസങ്കേതങ്ങളിൽ സഞ്ചരിക്കുകയും തൻ്റെ ഭാര്യയായ ദേവഹൂതിയോടൊത്ത് രമിക്കുകയും ചെയ്തു എന്ന് സാരം. നമസ്തേ.